HMN എന്ന് പറയുന്ന ഗ്രാഫ് എം കണക്റ്റഡ് ആണെന്ന് കാണിക്കാനുള്ള ഒരു തിയറം അത് ക്ലാരിഫൈ ചെയ്യുകയാണ് ഒന്നും കൂടെ. ഇതിൽ എം കണക്റ്റഡ് ആണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. എം കണക്റ്റഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് വേർട്ടിസസിനെയാണ് നമ്മൾ എം കണക്റ്റഡ് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഇനി ഗ്രാഫ് HMN എന്ന് പറയുന്ന ഗ്രാഫ് എന്താണെന്നറിയോ? നമ്മുടെ കണക്ടിവിറ്റി പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു നാട്ടിലുള്ള ഇപ്പോൾ നെറ്റ്വർക്ക് പോലെയുള്ള ആ കണക്ടിവിറ്റി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫ്, മോസ്റ്റ് റിലയബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ് HMN എന്ന് പറയുന്ന ഗ്രാഫ്. ഇതിൽ നമ്മൾ ഓരോ സ്റ്റേഷനുകൾ ഓരോ വേർട്ടീസസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പവർ കട്ട് നെറ്റ്വർക്ക് കട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വേണം ഈ കണക്ടിവിറ്റിയൊക്കെ നടത്താൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് HMN എന്ന് പറയുന്നത്. ഇതിൽ M എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് വേർട്ടീസസ്. N എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റേഷൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വേർട്ടീസസുകളാണ്. ഓക്കെ, ഇനി M എന്ന് പറയുന്നത് ഈവൺ ആവാം ഓഡ് ആവാം. എന്ന് വെച്ചാൽ ഒരു ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് വേർട്ടീസസുകളുടെ എണ്ണം ഈവൺ ആവാം ഓഡ് ആവാം. ഇവിടെ നോക്കിയേ, ഈവൺ ആവുന്ന കേസുകളുണ്ട്, ഓഡ് ആവുന്ന കേസുകളുണ്ട്. ഇനി ഓഡ് ആവുന്ന കേസിൽ തന്നെ നമ്മുടെ നമ്പർ ഓഫ് വേർട്ടീസസ് ഈവൺ ആവുന്ന കേസും ഓഡ് ആവുന്ന കേസുകളും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ HMN എന്ന് പറയുന്നത് എം കണക്റ്റഡ് ആണ് എന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് M ഈവൺ ആവുന്ന കേസാണ്. ഇത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലാണ് പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കാണിക്കേണ്ടത് ഈ ഗ്രാഫ് എം കണക്റ്റഡ് ആണ്. എം കണക്റ്റഡ് എന്ന് പറയുമ്പോൾ M നമ്പർ ഓഫ് വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കണക്റ്റ് ആവുള്ളൂ. ഇതിലെ എമ്മിൻ്റെ വാല്യൂ എന്താ? ഈ ഗ്രാഫിലെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഈ സീറോനെ ഞാൻ ഡിസ്കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതാ ഈ 2-നെയും 6-നെയും 1-നെയും 7-നെയും ഈ 4 ആൾക്കാരെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമല്ലോ. ഈ 0 അങ്ങ് ഒറ്റയ്ക്ക് കിടക്കും അല്ലേ. പിന്നെ 5ഉം 4ഉം 3ഉം അവർ വേറെയും കിടക്കും. അപ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 4 ആണല്ലോ. എമ്മിൻ്റെ വാല്യൂ 4 ആണ്. ഇനി M = 2R എന്ന് പറയുന്ന ഫോമിൽ ഞാൻ എഴുതുകയാണെങ്കിൽ ഇതിൽ Rൻ്റെ വാല്യൂ എന്താ വരിക? ഈ ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ Rൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് കിട്ടിയത് എഴുതി വെക്കാം. എമ്മിൻ്റെ വാല്യൂ 4 ആണ്, Rൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. M = 2R എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി Nൻ്റെ വാല്യൂ എന്താ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടീസസാണ്. നമ്മുടെ ഈ ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ഉണ്ട്? 1 2 3 4 5 6 7 8 വേർട്ടീസസ് ഉണ്ട് അല്ലേ. അപ്പോൾ Nൻ്റെ വാല്യൂ 8 ആണ്, Rൻ്റെ വാല്യൂ 2 ആണ്, Nൻ്റെ വാല്യൂ 8 ആണ്. ഇനി നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചാൽ ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നറിയോ? നമുക്ക് കാണിക്കേണ്ടത് M വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവുകയാണ് അല്ലേ. M എന്ന് പറയുമ്പോൾ 4 വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവുക. ഞാൻ അസ്യൂം ചെയ്യാണ് 4-നേക്കാളും ചെറിയ നമ്പർ ഓഫ് വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്റ്റ് ആവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഞാൻ ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു 5ഉം 2ഉം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അങ്ങനെ 5ഉം 1ഉം ചെയ്യാം, എന്നാൽ 7 ഡിസ്കണക്റ്റ് ആവും. ഇപ്പോൾ ശരിക്കും നമുക്ക് 5ഉം 1ഉം 0യും 6ഉം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമല്ലോ. 7 വേറെ ആയി കിടക്കും, ഈ 3 ടേമുകൾ വേറെ ആയി കിടക്കും അല്ലേ. ഞാൻ അസ്യൂം ചെയ്യാണ് ഇതിൽ 6ഉം 0യും 5ഉം 1ഉം പോകുന്നതിന് പകരം ഈ 5ഉം 1ഉം ഈ 2 വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്റ്റ് ആവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് എനിക്കെന്ത് കിട്ടണം? കോൺട്രഡിക്ഷൻ കിട്ടണം. ഈ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഇതിൽ ഏതെങ്കിലും 2 വേർട്ടീസസ് ഞാൻ എടുക്കുകയാണ്. ഈ 2 വേർട്ടീസസ് ഞാൻ ഒരുമിച്ച് എടുക്കാതെ ഒരു ഡിഫറെൻ്റായിട്ട് ഒന്നിനോടൊരു പരസ്പര ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വേർട്ടീസസ് ഞാൻ എടുക്കാം.
ഇപ്പോൾ ഇതാ ഇവരെ രണ്ടുപേരെ എനിക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് വരാത്ത രണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻസിലുള്ളതുപോലെ എനിക്കിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഒരുമിച്ച് എടുക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഞാനിതിനെ ഒരു ഐ എന്നും ഇതിനെ ഞാൻ ജെ എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടണം അല്ലേ. കോൺട്രഡിക്ഷൻ എന്താ കിട്ടുക? ഈ ഐയും ജെയും നമ്മുടെ ഈ 5ഉം 1 എന്ന് പറയുന്ന ഈ ടേംസുകൾ ഒഴിവാക്കിയിട്ടുള്ള ഈ വെർട്ടിസിനെ ഒഴിവാക്കിയിട്ടുള്ള ഈ ഗ്രാഫിൽ നമ്മൾ ഏതോ രണ്ട് ഐ ജെ എന്ന് പറഞ്ഞ രണ്ട് വെർട്ടിസസ് എടുക്കുന്നു. ഇവർ തമ്മിൽ ഒരു പാത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ കിട്ടുമല്ലോ. പാത്ത് ഉണ്ടാവരുതല്ലോ. പാത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺട്രഡിക്ഷനാവും. ഞാൻ ഈ 1നെയും 5നെയും ഞാൻ വി ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ള വേർട്ടെക്സ് കട്ടിനെ ഞാൻ ഈ വി ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് നമുക്ക് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. കോൺട്രഡിക്ഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് എം കണക്റ്റഡ് ആണെന്ന് കാണിക്കണം. എം കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് 4 കണക്റ്റഡാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് 4 അല്ല, 4നേക്കാളും ചെറിയ നമ്പർ ഓഫ് വേർട്ടിസസ് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ ഗ്രാഫിൽ നമ്മൾ വിചാരിക്കുകയാണ് 2 വേർട്ടിസസ് പോയി കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്റ്റ് ആവും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടണം. കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് കിട്ടുക? ഇതിൽ കോൺസിക്യൂട്ടീവ് അല്ലാത്ത 2 ഡിഫറെൻറ്റ് കമ്പോണൻസിലുള്ള 2 വേർട്ടിസസ് നമ്മൾ എടുക്കുന്നു. ഈ വേർട്ടിസസിനെ തമ്മിൽ എന്നൊരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് കോൺട്രഡിക്ഷനായി അല്ലെ. വേർട്ടെക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടെ ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റരുത്. നമ്മൾ ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ഐ ജെ എന്ന് പറഞ്ഞ 2 വേർട്ടിസസ് എടുക്കുന്നത്. ആ 2 വേർട്ടിസസുകളുടെ ഇടയിൽ നമുക്കൊരു പാത്ത് കണ്ടുപിടിച്ചാൽ കോൺട്രഡിക്ഷനായി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇനി നമ്മൾ ഇവരെ 2 സെറ്റാക്കി മാറ്റുകയാണ്. 2 സെറ്റ് ഓഫ് വേർട്ടിസസ്. ഒരു സെറ്റ് ഓഫ് വേർട്ടിസസിന് നമ്മളിതാ എസ് ആണ്, ഒരു സെറ്റ് ഓഫ് വേർട്ടിസസോ ടി ആണ്. ഈ എസ്സിൽ ആരൊക്കെയാണ് ഉള്ളത്? I+1 എക്സെട്ര ജെ വരെയുള്ള ടേമുകൾ. അതിന് നമുക്കതിനൊരു കളർ കൊടുക്കാം. I+1 എക്സെട്ര ജെ വരെയുള്ള ടേമാണ് എസ്സിൽ വരുന്നത് അല്ലേ. ഇതാ I+1 എക്സെട്ര ജെ വരെയുള്ള ഈ ടേമുകൾ എസ്സിൽ വരുന്നു. അതേപോലെ ടിയിൽ വരുന്നത് ആരൊക്കെയാണ്? ടിയിൽ വരുന്നത് J+1 എക്സെട്ര ഐ വരെയുള്ള ടേമുകൾ ടിയിലും വരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് 2 സെറ്റുകൾ കിട്ടി. ഈ 2 സെറ്റുകൾ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? ഐ മുതൽ ജെ വരെ ഒരാളും ജെ മുതൽ ഐ വരെ ഒരാളും. ഇങ്ങനെ 2 സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വി ഡാഷിലുള്ള ആൾക്കാർ, വി ഡാഷ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ 1ഉം 5ഉം അല്ലേ. നമ്മുടെ ഈ വേർട്ടെക്സ് കട്ടിലുള്ള വി ഡാഷ്, നമ്മുടെ ഈ 1ഉം 5ഉം. ഈ 1ഉം 5ഉം ഒരാൾ ടിയിലും ഒരാൾ എസ്സിലായിരിക്കുമല്ലോ കിടക്കുക. അങ്ങനെയാണല്ലോ നമ്മളെടുത്തത് അല്ലേ. നമ്മൾ 2 കമ്പോണൻസിലുള്ള ഐയും ജെയും എടുത്തു. ഈ ഐയും ജെയിൽ ഒരു ഭാഗത്തൂടെയുള്ള ടേംസുകൾ ഒരു സെറ്റാക്കി നമ്മൾ എസ് എന്ന് എടുത്തു. മറ്റേ ഭാഗത്തിലൂടെയുള്ള ടേമുകൾ നമ്മൾ എന്തെടുത്തു? ടി എന്ന് വിളിച്ചു. അപ്പോൾ എന്തായാലും ഉറപ്പാണ് എന്ത്? നമ്മുടെ വി ഡാഷിലുള്ള 2 ആൾക്കാർ ഒരാൾ ടിയിലും ഒരാൾ എസ്സിലും ആയിരിക്കും കിടക്കുക. ഓക്കെ, അതുവരെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ എസ്സിലും ടിയിലും 2നെയും 6നെയും ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ. 2ഉം 6ഉം എസ്സിലും ഉണ്ട്, ടിയിലും ഉണ്ട്. 2 കേസും നമുക്ക് പറയണമെന്നില്ല, ഏതെങ്കിലും ഒരു കേസ് പറഞ്ഞാൽ മതി അല്ലേ. അതേപോലെ തന്നെ ആയിരിക്കും മറ്റേ കേസിലും ഉണ്ടാവുക. ഞാനിപ്പോൾ എടുക്കുന്ന കേസ് എസ് എന്ന് പറയുന്ന സെറ്റിലാണ്. ഈ എസ് എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ 2നെയും 6നെയും നമുക്ക് ഈ 5 എന്ന് പറയുന്ന വേർട്ടെക്സിനെ, നമ്മുടെ വേർട്ടെക്സ് കട്ടിലുള്ള നമ്മുടെ സെറ്റിലുള്ള വേർട്ടെക്സ് കട്ടിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വി ഡാഷ് എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ നമ്മുടെ ഐനെയും ജെയിനെയും നമുക്ക് കണക്ട് ചെയ്യാലോ. ഇപ്പോൾ ഇതാ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2നെയും 6നെയും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമ്മുടെ ടിയിൽ നോക്കിയേ, ടിയിലായാലും ആ ടി എന്ന് പറയുന്ന സെറ്റിൽ നമ്മുടെ വേർട്ടെക്സ് കട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 2നെയും 6നെയും സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കാരണം എന്താ? നമ്മളുടെ ഈ 2ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസ്, നമ്മുടെ വേർട്ടെക്സ് കട്ട് ഒഴിവാക്കിയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ടേംസുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6നേക്കാളും ചെറുതായതുകൊണ്ടാണ്. അതിന് കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് എന്താ? 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ, 4ൻ്റെയും 6ൻ്റെയും ഇടയിൽ എല്ലാം <2 അല്ലേ. എല്ലാം <2 ആയതുകൊണ്ടാണ് സംഭവിച്ചത്. ഇനി നിങ്ങൾ അസ്യൂം ചെയ്യുക, ഇപ്പോൾ ഈ വേർട്ടെക്സ് കട്ട് 2 അല്ല,
2-നേക്കാളും അധികം ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 2-ൻ്റെയും 6-ൻ്റെയും ഇടയിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസാണ് 3ഉം 6ഉം അല്ലേ. 3ഉം 6-ൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് <2 അല്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്കിടയിൽ ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് പോയി 6-നെ എനിക്ക് എസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? എസ്സിൽ എനിക്ക് 6-നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ ടിയിലേക്ക് പോയിട്ട് എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, പക്ഷേ എസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിയാൽ ഇനി കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവരൊന്നും ഇല്ലെങ്കിലോ എനിക്ക് 2-നെയും 6-നെയും ഇങ്ങനെ ജോയിൻ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്നത് ഏത് സെറ്റിൽ മാത്രമാണ്? എസ് എന്ന് പറയുന്ന സെറ്റിൽ മാത്രം. ഈ എസ് എന്ന് പറയുന്ന സെറ്റിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ 2-നെയും 6-നെയും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഈ 2-ൻ്റെയും 6-ൻ്റെയും ഇടയിലുള്ള ടേംസുകളുടെ കോൺസിക്യൂട്ടീവ് ടേംസുകളുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് < r ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവർക്കിടയിൽ 2-ൻ്റെയും 6-ൻ്റെ ഇടയിൽ ഒരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇങ്ങനൊരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എസ്സിൽ, ഇങ്ങനൊരു പാത്ത് നമുക്ക് ടിയിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേർട്ടെക്സ് കട്ട് V' ഒഴിവാക്കിയിട്ടുള്ള നമ്മുടെ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2i, j എന്ന് പറയുന്ന 2 വേർട്ടീസസ് എടുത്തപ്പോൾ അവർ തമ്മിൽ നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം എന്താ, നമ്മളെടുത്തുള്ള വേർട്ടെക്സ് കട്ട് അതിന് അത്ര എണ്ണം പോരാ, അതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് വേർട്ടെക്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എം കണക്റ്റഡ് അല്ല എന്നെടുത്തപ്പോൾ, എമ്മിനേക്കാളും ചെറിയ നമ്പർ ഓഫ് വേർട്ടീസസ് പോയി കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്റ്റ് ആവും എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ തിയറം പറയുന്ന അത് നമ്മൾ പ്രൂവ് ചെയ്തു, ദ ഗ്രാഫ് HMN ഈസ് എം കണക്റ്റഡ്.